എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. അതും പറഞ്ഞുകൊണ്ട് സീത കസേരയിൽ നിന്നും എഴുന്നേറ്റു. സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങൂ സീതേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാലോ. ഒരു പുഞ്ചിരിയോടെ തന്നെ മീര പറഞ്ഞു. സീത അതിനൊന്ന് തലയാട്ടി. എനിക്ക് ഇവിടം വളരെ ഇഷ്ടമാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നുന്നത് പോലെ. സീത വീണ്ടും പറഞ്ഞു. പിന്നെ ഇവിടെ ഭയങ്കര സമാധാനമാണ്. സീത പറഞ്ഞതു കേട്ട് മീരയുടെ ഭർത്താവ് ദേവൻ മീരയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചെറിയൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. സീത അവർ ഇരുവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പരസ്പരം സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും. അവർക്ക് കൂട്ടിനായി മിടുക്കന്മാരായ 2 ആൺകുട്ടികളും. എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞ കുടുംബം. അതായിരുന്നു മീരയുടേതും ദേവന്റേതും. എന്നാൽ ഞാനിറങ്ങട്ടെ, നിങ്ങളൊരു ദിവസം അങ്ങോട്ടിറങ്ങൂ. അവരെ വീട്ടിലേക്ക് വിളിക്കാൻ സീതയ്ക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ടല്ല. എങ്കിലും വിളിക്കേണ്ട ഒരു മര്യാദയ്ക്ക് വേണ്ടി സീത അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒരിക്കലും അത് അവരോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. ആർക്കെങ്കിലും വന്നിരിക്കാനുള്ള സൗകര്യമോ സാഹചര്യമോ അവളുടെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളൊരു ദിവസം വരാം. നിനക്കറിയില്ലേ മീരെ അങ്ങോട്ടേക്കുള്ള വഴി? ദേവൻ സീതയോട് പറഞ്ഞ ശേഷം മീരയോട് ചോദിച്ചു. ഉവ്വ്, എനിക്കറിയാം ദേവേട്ട, ഞാൻ കണ്ടിട്ടുണ്ട്, മീര പറഞ്ഞു. ഒന്നുകൂടി ഇരുവരോടും യാത്ര പറഞ്ഞ ശേഷം സീത അവിടെ നിന്നിറങ്ങി. അവൾ ഗേറ്റ് കടന്നു പോകുവോളം മീരയും ദേവനും ഉമ്മറത്ത് തന്നെ നിന്നു. ഗേറ്റ് കടന്ന ശേഷം സീതയൊന്ന് തിരിഞ്ഞു നോക്കി. മീര ഒരു പുഞ്ചിരിയോടെ തന്നെ കൈവീശി കാണിച്ചു. അത്യാവശ്യത്തിന് തടിയും ഉയരവുമായി വെളുത്ത ഒരു പെണ്ണ്. അരക്കെട്ടോളം നല്ല കറുത്ത നീളൻ മുടിയുണ്ട്. ആരെയും ആകർഷിക്കുന്ന മുഖം. ആര് കണ്ടാലും ഒന്നുകൂടി നോക്കിപ്പോകും. അത്രയും ഭംഗിയുണ്ടായിരുന്നു സീതയ്ക്ക്. കൂടാതെ എല്ലാവരുമായി പെട്ടെന്ന് അടുക്കുന്ന പ്രകൃതവും. അവളുടെ സംസാരത്തിൽ ആരും ഒന്ന് വീണു പോകും എന്ന് പറയുന്നതാകും ശരി. മീരയും ദേവനും കുറച്ചു മാസങ്ങളായിട്ടേയുള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട്. ദേവന് ഇങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടിയപ്പോൾ മീരയും മക്കളും കൂടെ ദേവന്റെ കൂടെ പോന്നതാണ്. അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് മാറി തന്നെ ഒരു അമ്പലമുണ്ട്. അധിക ദിവസങ്ങളിലും മീര അവിടെ പോകും. അവിടെ വെച്ച് കണ്ട് പരിചയമായതാണ് സീതയെ. ആദ്യം തമ്മിൽ വെറുതെ ഒന്ന് ചിരിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിലായി വീണ്ടും കണ്ടുമുട്ടിയതും സംസാരിച്ചു തുടങ്ങി. ഒരു ദിവസം സീത റോഡിലൂടെ പോകുമ്പോഴാണ് ഗേറ്റിനു മുൻപിൽ നിൽക്കുന്ന മീര സീതയെ കണ്ടത്. സീതയെ, മീര വിളിച്ചു. ആ മീരയോ, ഇതാണോ വീട്? ചോദിച്ചുകൊണ്ട് സീത അവൾക്കരികിലേക്ക് ചെന്നു. ആ അതെ, വാ അകത്തേക്ക് വാ, ഒരു ചായ കുടിച്ചിട്ട് പോകാം, മീര സീതയെ വിളിച്ചു. ഏയ് വേണ്ട, പിന്നെ ഒരു ദിവസം വരാം, സീത പറഞ്ഞു. എന്നാൽ മീര വിട്ടില്ല. അവളെ നിർബന്ധിച്ചു വീട്ടിലേക്ക് വിളിച്ചു. സീത ചായ വേണ്ടെന്നു പറഞ്ഞെങ്കിലും ചായ കുടിപ്പിച്ച ശേഷമാണ് മീര സീതയെ വിട്ടത്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സീത വീട്ടിൽ വരും. കുറേ നേരം എന്തെങ്കിലും നാട്ടുവർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരിക്കും. ചില ദിവസങ്ങളിൽ ദേവനും ഉണ്ടാകും അവിടെ. എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്ക് അയാളും അവർ തമ്മിലുള്ള സംസാരത്തിൽ പങ്കുചേരും. ദേവനുള്ള ദിവസങ്ങളിൽ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പറഞ്ഞ് അധികം നേരം നിൽക്കാതെ സീത വേഗം വീട്ടിലേക്ക് പോകും. മീര ഒറ്റയ്ക്കാണെങ്കിൽ കുറേ നേരം ഇരിക്കുകയും ചെയ്യും. ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോൾ സീതയെ കണ്ടിരുന്നു. നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് അവളുടെ വീട്ടിലേക്ക് പോയാലോ? ദേവേട്ടന് എന്തെങ്കിലും തിരക്കുണ്ടോ? എന്തോ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീര അത് ചോദിച്ചത്. ദേവൻ മീരയെ ഒന്ന് തലയുയർത്തി നോക്കി. വൈകുന്നേരമല്ലേ, നമുക്ക് പോകാം, ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേവൻ പറഞ്ഞു. മീര അതു കേട്ട് ഒന്ന് ചിരിച്ചു. ഞാൻ ചായ എടുക്കാം. അതും പറഞ്ഞവൾ അടുക്കളയിലേക്ക് നടന്നു. വൈകുന്നേരം വെയിൽ കുറഞ്ഞതും അവർ സീതയുടെ വീട്ടിലേക്ക് ഇറങ്ങി. ശരിക്കും നിനക്ക് അവളുടെ വീട് അറിയില്ലേ മീരേ? നടക്കുന്നതിനിടയിൽ ദേവൻ ചോദിച്ചു. അറിയാം ദേവേട്ട, മീര പറഞ്ഞു. കുറച്ചുകൂടി നടന്നപ്പോൾ അവരൊരു ഓടിട്ട വീടിന്റെ മുൻപിലെത്തി. ഇതാ വീട്, ആ വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മീര പറഞ്ഞു. ദേവനൊന്ന് ചുറ്റും നോക്കി. ചെമ്പരത്തിച്ചെടികൾ കൊണ്ട് തീർത്തതാണ് വേലി. അതിനുള്ളിൽ ഒരു ചെറിയ ഓടിട്ട വീട്. മീര വേലി കടന്നു മുറ്റത്തേക്ക് നടന്നതും ദേവനും അവൾക്ക് പിറകിലായി നടന്നു. സീതേ, മീര മുറ്റത്ത് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി വിളിച്ചു. ആദ്യത്തെ വിളിയിൽ തന്നെ വിളി കേട്ടുകൊണ്ട് സീത പുറത്തേക്ക് വന്നു. മുറ്റത്ത് നിൽക്കുന്ന മീരയെയും ദേവനെയും കണ്ട് സീത ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെയൊന്ന് പുഞ്ചിരിച്ചു.
ആ ആരിത്? ഞാൻ തീരെ വിചാരിച്ചില്ല നിങ്ങളായിരിക്കുമെന്ന്. വരൂ, അകത്തേക്ക് കയറൂ. സീത ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു. മീരയും ദേവനും അകത്തേക്ക് കയറി. മക്കളില്ലേ ഇവിടെ? എവിടെ പോയി? ഇത് അവർക്ക് കൊണ്ടുവന്നതാണ്. മീര ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അതും പറഞ്ഞ് ഒരു കവർ സീതയുടെ കയ്യിലേക്ക് കൊടുത്തു. കുറച്ച് മധുരപലഹാരങ്ങളാണത്. മക്കളുള്ള വീട്ടിലേക്ക് വെറുതെ കയ്യും വീശി കയറി ചെല്ലുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ അവൾ ദേവനെക്കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല, സീത പറഞ്ഞു. മീര അതിനൊന്ന് വെറുതെ ചിരിച്ചതേയുള്ളൂ. വാ മീരെ, അകത്തേക്കിരിക്കാം. വരൂ, അകത്തേക്കിരിക്കാം, സീത ദേവനോട് കൂടി പറഞ്ഞു. മീരയും ദേവനും അകത്തേക്ക് നടന്നു. 2 മുറികളുള്ള ചെറിയൊരു ഓടിട്ട വീടാണ് അത്. ചുമരിൽ അടിച്ചിരിക്കുന്ന പെയിന്റിന്റെ കളറെല്ലാം മങ്ങി മാഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും എല്ലാം വൃത്തിയോടെ അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുന്നു. ഒരു ചിട്ടയോടെ എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം കാണാൻ അത്യാവശ്യം വൃത്തിയുണ്ട്. നിങ്ങൾ എവിടേക്കെങ്കിലും ഇറങ്ങിയതാണോ? അല്ലെങ്കിൽ ഇവിടേക്ക് തന്നെ വന്നതോ? സീത ചോദിച്ചു. അല്ല, ഞങ്ങൾ ഇവിടേക്ക് തന്നെ ഇറങ്ങിയതാണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ? ദേവേട്ടന് ഇന്നേ ലീവുള്ളൂ. അതുകൊണ്ട് ഒന്നിവിടെ വരാമെന്ന് കരുതി. മീര പറഞ്ഞതും സീത അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മക്കൾ എവിടെ പോയി? കാണുന്നില്ലല്ലോ, മീര ചോദിച്ചു. അവര് കളിക്കാൻ പോയതാ. ഇനി കുറച്ചു നേരം കഴിയും വരാൻ. ഞാൻ കുടിക്കാൻ ചായ എടുക്കാം. സീത അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ചായ ഒന്നും വേണ്ട സീതേ, ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങും. അതും പറഞ്ഞുകൊണ്ട് സീതയ്ക്ക് പിന്നാലെ മീരയും അടുക്കളയിലേക്ക് ചെന്നു. അത് പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും കുടിക്കണം, സീത പറഞ്ഞു. പാലോ പാൽപ്പൊടിയോ ഇല്ല. അതുകൊണ്ട് തന്നെ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത്. അവിടെ ഒരു ടിന്നിൽ കുറച്ച് മിക്സ്ചർ ഉണ്ടായിരുന്നു. അതൊരു പ്ലേറ്റിലേക്കിട്ടു. പിന്നെ അവർ കൊണ്ടുവന്നതിൽ നിന്നും ഒരു പൊതി തുറന്നു നോക്കി. അതിൽ കായ വറുത്തതാണ്. അതും വേറൊരു പ്ലേറ്റിലേക്കിട്ടു. ചായ ഗ്ലാസും എടുത്ത് സീത മുൻപിൽ നടന്നപ്പോൾ പലഹാരപാത്രവും എടുത്ത് മീര അവൾക്ക് പിറകിലും നടന്നു. ഹാളിൽ ദേവൻ ഉണ്ടായിരുന്നില്ല. മീര അത് മേശപ്പുറത്ത് വെച്ച ശേഷം ഉമ്മറത്തേക്ക് നടന്നു. ദേവൻ മുറ്റത്തിറങ്ങി വേലിക്കടുത്തായി നിൽപ്പുണ്ട്. ദേവേട്ട, ചായ എടുത്തു വെച്ചിട്ടുണ്ട്, മീര വിളിച്ചു. ദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ പതിയെ അകത്തേക്ക് നടന്നു. പാലില്ല, കട്ടൻ ചായയാണ്, സീത ഒരു വല്ലായ്മയോടെ പറഞ്ഞു. അതിനെന്താ, കട്ടൻ ചായയാണ് എനിക്കിഷ്ടം. ഇവൾക്കും അതെ. ഒരു പുഞ്ചിരിയോടെ തന്നെ അത് പറഞ്ഞുകൊണ്ട് ദേവൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു. വീട്ടിൽ എപ്പോഴെങ്കിലും പാലില്ലാതെ വരുമ്പോൾ കട്ടൻ ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് കുടിക്കുന്ന ദേവനെ മീരയ്ക്ക് ഓർമ്മ വന്നു. അവളൊരു ചിരിയോടെ ദേവനെ നോക്കി. ആ ചിരിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ദേവൻ മീരയെ നോക്കി ഒന്ന് ചിരിച്ചു. സീതയുടെ ഹസ്ബൻഡ് എവിടെ? ദേവൻ ചോദിച്ചു. വന്നിട്ടില്ല, വരാനാവുന്നേ ഉള്ളൂ, സീത പറഞ്ഞു. പറയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നിയിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ? ഇന്നും പണിയുണ്ടോ? അതെ, പക്ഷേ ഒരു വീടിൻ്റെ പണി വേഗം തീർത്തു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നും പണിയുണ്ട്, സീത പറഞ്ഞു. പിന്നെയും അല്പസമയം അവർ 3 പേരും എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞതും ഗ്ലാസും പ്ലേറ്റും എടുത്ത് സീതയും മീരയും അടുക്കളയിലേക്ക് നടന്നു. ദേവൻ വീണ്ടും മുറ്റത്തേക്കിറങ്ങി. ചെടികൾ നിറഞ്ഞിരിക്കുന്ന ആ മുറ്റത്ത് നിൽക്കുവാൻ വല്ലാത്തൊരു സുഖമുണ്ടെന്ന് ദേവന് തോന്നി. വീടിനുള്ളിൽ ഭയങ്കര ചൂടാണ്. ഏപ്രിൽ മാസത്തെ ചൂടല്ലേ, സഹിക്കാൻ പ്രയാസമാണ്. ഒരു വേനൽ മഴയെങ്കിലും പെയ്തിരുന്നെങ്കിൽ. ദേവന് കൊതി തോന്നി. പുറത്ത് ഒരു ഇളം കാറ്റ് ഒഴുകി നടക്കുന്നുണ്ട്. അത് അവന് വല്ലാത്തൊരു ആശ്വാസം പകർന്നു. അവൻ അവിടെ മുറ്റത്ത് വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ചെടികൾ നോക്കിക്കൊണ്ട് അങ്ങനെ നടന്നു. അല്പസമയം കഴിഞ്ഞതും മീര പുറത്തേക്ക് വന്നു. കൂടെ സീതയും. ദേവേട്ടാ, പോകാം, മീര ചോദിച്ചു. ദേവനൊന്ന് തലയാട്ടി. എന്നാ ശരി സീതേ, ഞങ്ങൾ ഇറങ്ങുകയാ. ഇവിടെ വെറുതെ ഇരിക്കുന്ന നേരത്തിന് അവിടേക്ക് വാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാലോ, മീര പറഞ്ഞു. സീത മീരയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ദേവനും സീതയെ നോക്കിയൊന്ന് തലയാട്ടിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി നടന്നു. പാവം, വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ മീര പറഞ്ഞു. അതുകേട്ട് ദേവൻ മീരയെ ഒന്ന് നോക്കി. എന്തുപറ്റി? ദേവൻ ചോദിച്ചു. അല്ല, ഞാൻ സീതയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പാവം, എന്തു ചെയ്യാനാ, അതിൻ്റെ ഒരു വിധി, മീര പറഞ്ഞതും ദേവൻ മീരയെ ഒന്ന് നോക്കി. അവൾക്കെന്താ പ്രശ്നം? നീ മനസ്സിലാകുന്ന രീതിയിൽ പറയ്. അവിടെ ചെന്നപ്പോൾ എനിക്കും ഒരു വല്ലായ്മ തോന്നി, ദേവൻ പറഞ്ഞു. കുടി, കള്ളുകുടി, അല്ലാതെന്താ,
മീര ഒരു തരം ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ ഭർത്താവ് കുടിക്കുവോ? കുടിക്കുവോന്നോ? അവളുടെ വീടിനു പിറകിൽ ഒരു ചാക്ക് നിറയെ കുപ്പികളാ. എല്ലാം അയാൾ കുടിച്ചതാണത്രേ. കുടിക്കല് മാത്രമല്ല, കുടിച്ചിട്ട് വന്ന് വീട്ടിലെന്നും ബഹളമാണ്. അവളെ മാത്രമല്ല, മക്കളെയും ഉപദ്രവിക്കും. വീട്ടിലേക്ക് ഒരു ചായപ്പൊടിയോ ആ മക്കൾക്കൊരു മിഠായിയോ പോലും കൊണ്ടുവരില്ല. ഇന്നും അയാൾ ജോലിക്ക് പോയതൊന്നുമല്ല, കുടിക്കാൻ പോയതാണ്. ദേവേട്ടനോട് പറയാനുള്ള പ്രയാസം കൊണ്ട് പറയാത്തതാണ്. ഇനി അയാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് അയാൾക്ക് കുടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഇവള് 2 വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ആ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുന്നു. മീര ഒരു വെല്ലായ്മയോടെ പറഞ്ഞു നിർത്തി. കേട്ടപ്പോൾ ദേവനും ഒരു വെല്ലായ്മ തോന്നിയിരുന്നു. വെളുത്ത് ഭംഗിയുള്ള ആ മുഖം ദേവന്റെ മനസ്സിലേക്കോടി വന്നു. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു, ആരെയും ആകർഷിക്കുന്ന മുഖമാണെങ്കിലും ആ കണ്ണുകളിലൊരു നിർവികാരത നിറഞ്ഞു നിന്നിരുന്നെന്ന്. അതെന്തുകൊണ്ടാണെന്ന്. അവനിൽ നിന്നൊരു നെടുവീർപ്പ് അടർന്നു വീണു. പിന്നീട് വീട്ടിലെത്തുന്നതുവരെ ഇരുവരും മൗനമായിരുന്നു. 2 ദിവസം കഴിഞ്ഞതും മീരയ്ക്കൊരു കോൾ വന്നു. അവളുടെ വീട്ടിൽ നിന്നാണ്. അവളുടെ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്ന്. കൂട്ടത്തിൽ അവളുടെ 2 മക്കളെ കാണണമെന്ന് അയാൾ ആഗ്രഹം പറയുന്നുവെന്നും. ഒരാഴ്ച കൂടി ദേവന് ഇവിടെ നിന്നേ പറ്റൂ. ഓഫീസിൽ അത്രയും തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് 4 പേർക്കും ഒരുമിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു കോൾ. എന്തു ചെയ്യാം? മീരയ്ക്ക് പോകാതിരിക്കാനും ദേവന് പോവാനും പറ്റാത്തൊരു അവസ്ഥ. അവസാനം അവളെയും മക്കളെയും നാട്ടിലേക്ക് ട്രെയിൻ കയറ്റി വിടാമെന്നും ഒരാഴ്ച കഴിഞ്ഞാൽ ദേവൻ അവിടേക്ക് എത്തിക്കോളാമെന്നുമുള്ള ധാരണയിലെത്തി. ആശുപത്രിക്കാര്യമായതുകൊണ്ട് നാളേക്ക് നീട്ടിവെച്ചില്ല. അന്ന് തന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചു. പോകുന്നതിന് മുൻപ് അവളുടെ കയ്യിൽ ആവശ്യത്തിന് പണം വെച്ചു കൊടുക്കാനും ദേവൻ മറന്നില്ല. ഭക്ഷണം സമയത്തിന് കഴിക്കണം. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. എന്തെങ്കിലും വയ്യായ്ക തോന്നുന്നുണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്. അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കണം. വിളിക്കണം. പ്രത്യേകിച്ചും വീട്ടിലെത്തിയാൽ അപ്പോൾ വിളിക്കണം. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനു മുൻപ് ഒരു 100 വട്ടമെങ്കിലും മീര ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അത് കേൾക്കുമ്പോഴെല്ലാം ദേവൻ ചിരിക്കും. എൻ്റെ പൊന്നോ, വെറും ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ അങ്ങ് വന്നേക്കാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ പറയും. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവരെ വണ്ടി കയറ്റി വിടുമ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞതുപോലെ ദേവന്റെയും കണ്ണുകൾ നിറഞ്ഞു. അച്ഛനെ ഇവിടെ തനിച്ചാക്കി പോകുന്നതിൻ്റെ വിഷമം മക്കൾക്കുമുണ്ടായിരുന്നു. അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് ദേവനെ നോക്കി. മക്കളിപ്പോ അങ്ങ് ചെല്ല്. അച്ഛൻ ഓഫീസിലെ ജോലി തീർത്തിട്ട് വേഗം അങ്ങ് വരാം. അയാൾ 2 പേരെയും ചേർത്ത് പിടിച്ച് അവരുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു. 2 ആൺമക്കളാണ്. ഒരാൾ 3-ാം ക്ലാസ്സിലും മറ്റേയാൾ 5-ാം ക്ലാസ്സിലും. അവരുടെ കുഞ്ഞിക്കണ്ണുകൾ അവരുടെ അച്ഛൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. ദേവനും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. ട്രെയിനിൻ്റെ കൂക്കിവിളി കേട്ടപ്പോൾ 2 കൂട്ടരുടെയും ഹൃദയം ഒന്ന് പിടച്ചു. ചെല്ല്, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ദേവൻ പറഞ്ഞതും മീര തലയാട്ടി. അപ്പോഴേക്കും ട്രെയിൻ വന്നു നിന്നിരുന്നു. അവർ ട്രെയിനിലേക്ക് കയറി. വീണ്ടും ഒരു കൂക്കിവിളിയോടെ വണ്ടി പതിയെ മുന്നോട്ടെടുത്തതും മീരയും മക്കളും സീറ്റിലിരുന്ന് ദേവനെ നോക്കി കൈവീശി കാണിച്ചു. ദേവൻ തിരിച്ചും. വണ്ടി കൺമുൻപിൽ നിന്നും മറയുന്നതുവരെ ദേവൻ ആ സ്റ്റേഷനിൽ ഒരേ നിൽപ്പ് നിന്നു. പിന്നെ പതിയെ പുറത്തേക്ക് നടന്നു. അവളും മക്കളും ഇല്ലാത്ത വീട്, അത് തനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നതല്ലെന്ന് ദേവന് അറിയാമായിരുന്നു. അവന് വീട്ടിലേക്ക് പോകാൻ വല്ലാത്തൊരു പ്രയാസം തോന്നി. എന്നാൽ പുറത്തെങ്ങും പോയി സമയം ചെലവിടാൻ അവന് തോന്നിയതുമില്ല. അവൻ വീട്ടിലേക്ക് തന്നെ ചെന്നു. ഗേറ്റ് കടന്ന് കാർ മുറ്റത്ത് വന്നു നിന്നെങ്കിലും അവൻ അല്പസമയം വണ്ടിയിൽ തന്നെ ഇരുന്നു. പിന്നെ പതിയെ വാതിൽ തുറന്ന് അകത്തു കയറി വാതിലടച്ചു. എവിടെ നോക്കിയാലും അവളെയും മക്കളെയും കാണുന്നത് പോലെ. വെറും ഒരാഴ്ചത്തെ കാര്യമേയുള്ളൂ. പക്ഷേ എന്തോ ഈ ഒറ്റപ്പെടൽ തനിക്ക് സഹിക്കാൻ ആകാത്തതുപോലെ. അപ്പോൾ കുടുംബത്തിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? രാജ്യം കാക്കുന്നവർ, പ്രവാസികൾ, അങ്ങനെ ഒത്തിരി പേർ. അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ തനിക്കൊന്നും ഒരു കുഴപ്പവുമില്ല. എന്തായാലും ഓഫീസിലെ കാര്യങ്ങളെല്ലാം എത്രയും വേഗം തീർത്ത് നാട്ടിലേക്ക് പോകണം. തൻ്റെ വീട്ടിലും പോകണം. അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും ഒക്കെ കണ്ടിട്ട് കുറച്ചായി. എല്ലാവരെയും ഒന്ന് കാണാൻ തോന്നുന്നു. അവൻ നേരെ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. തലയിലൂടെ തണുത്ത വെള്ളം ഒലിച്ചിറങ്ങിയപ്പോൾ മനസ്സൊന്ന് തണുത്തതുപോലെ.
കുളി കഴിഞ്ഞ് ഇറങ്ങി ഹാളിലേക്ക് വന്നതും കണ്ടു മേശപ്പുറത്ത് രാത്രിയിലേക്കുള്ള ഭക്ഷണം എടുത്തുവച്ചിരിക്കുന്നത്. അവൻ അടുക്കളയിലേക്ക് ചെന്ന് നല്ലൊരു കട്ടൻ കാപ്പി ഇട്ടു കുടിച്ചു. പിന്നീട് ചെയ്തു തീർക്കാനുള്ള വർക്കും കാര്യങ്ങളുമായി അവൻ തിരക്കിലായി. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അവൻ ബാക്കിയുള്ള ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. നാളെ ഇനി പുറത്തുനിന്ന് വാങ്ങുകയോ വെച്ചുണ്ടാക്കുകയോ വേണ്ട. ഇന്ന് വെച്ച ചിക്കൻ കറി ബാക്കിയിരിപ്പുണ്ട്. അത് ചൂടാക്കി കഴിക്കാം. പിന്നെ ചോറോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് മീരയെ വിളിക്കാൻ പോകുമ്പോഴാണ് അവളുടെ കോൾ ഇങ്ങോട്ട് വരുന്നത്. ദേവേട്ട, ഉറങ്ങിയിരുന്നോ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാ നീ ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും നീ എൻ്റെ മനസ്സറിയുന്നുണ്ട്. ദേവൻ ഒരു ചിരിയോടെ പറഞ്ഞു. മീരയും ഒന്ന് ചിരിച്ചു. ഭക്ഷണം കഴിച്ചോ? അവൾ വീണ്ടും ചോദിച്ചു. ദേ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞേ ഉള്ളൂ. അവിടെയോ? മക്കൾ എവിടെ? ഞങ്ങളും ദേ ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ. മക്കൾ ഇവിടെയുണ്ട്, കൊടുക്കാം. അച്ഛൻ കിടന്നോ? അവൻ ചോദിച്ചു. വൈകിട്ട് അവൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ദേവൻ വിളിച്ച് വിവരം ചോദിച്ചറിഞ്ഞിരുന്നു. ആ, അച്ഛൻ കിടന്നു. പിന്നെ അച്ഛനും മക്കളും തമ്മിൽ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. എന്തോ മക്കളുടെ സംസാരം കേൾക്കുമ്പോൾ ദേവന് അവരെ കാണണമെന്ന് തോന്നി. അവർ വീടിനകത്തുകൂടെ ഓടിക്കളിക്കുന്നത് പോലെ തോന്നി. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് മീര ദേവനെ വിളിച്ചു. എന്താണ് രാവിലെ കഴിച്ചതെന്നും ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമല്ലോ എന്നെല്ലാം ചോദിച്ച് ഉറപ്പുവരുത്തി. പോകുമ്പോൾ സൂക്ഷിച്ചു പോകണമെന്നും വീട്ടിലെത്തിയാൽ എന്തായാലും വിളിക്കണമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തി കുളി കഴിഞ്ഞു വന്നതും മീരയെ വിളിച്ചു. തൻ്റെ കോളിനായി അവൾ കാത്തിരിക്കുകയാവും എന്നവനറിയാം. മീരയെ വിളിച്ചിട്ടാവാം ചായ വെക്കുന്നതെന്ന് അവൻ കരുതി. കോൾ കഴിഞ്ഞ് അവൻ അടുക്കളയിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ആരായിരിക്കും വന്നതെന്ന ചിന്തയോടെ അവൻ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും കാണുന്നത് മുൻപിൽ നിൽക്കുന്ന സീതയെയാണ്. അവനൊന്ന് അവരെ നോക്കി ചിരിച്ചു. മീര ഇവിടെ ഇല്ലല്ലോ, ദേവൻ നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. എവിടെ പോയി? സീത ചോദിച്ചു. അവളുടെ അച്ഛന് സുഖമില്ല, നാട്ടിൽ വരെ പോയിരിക്കുകയാ. ആണോ? എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ പേടിക്കാനില്ല, വീട്ടിലുണ്ട്. ആ, മീര വിളിക്കുമ്പോൾ പറയൂ. ഞാനെന്നാ മീര വന്നിട്ട് വരാം. അതും പറഞ്ഞവൾ നടന്നു തുടങ്ങിയതും പെട്ടെന്ന് നിന്നു. അപ്പോ ഭക്ഷണമൊക്കെ? സീത ചോദിച്ചതും ദേവനൊന്ന് ചിരിച്ചു. ഇന്നത്തേക്ക് ഹോട്ടലിൽ നിന്നും വാങ്ങണം. നാളെ മുതൽ ഞാനുണ്ടാക്കും. വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം, സീത പറഞ്ഞു. ദേവൻ അത് പുഞ്ചിരിയോടെ തന്നെ നിരസിച്ചു. വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ കൊണ്ടുവരും. ദേവന് അപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. ശരി. ചായ കുടിച്ചോ? ഇല്ല, ഉണ്ടാക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാ സീത വന്നത്. ആണോ? എന്നാൽ ഞാൻ ഉണ്ടാക്കിത്തരാം. സീത പെട്ടെന്നത് പറഞ്ഞതും ദേവൻ ഒരു നിമിഷം ഒന്ന് നിന്നു. പിന്നെ പറഞ്ഞു. ഏയ് വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അങ്ങനെയൊന്നില്ല, ഞാൻ ഉണ്ടാക്കിത്തരാം. അതും പറഞ്ഞ് സീത അകത്തേക്ക് നടന്നു. അവൾ പറഞ്ഞു തീരാൻ നേരമില്ലാതെ അകത്തേക്ക് പോകുമെന്ന് ദേവൻ വിചാരിച്ചില്ല. എന്തോ മീരയില്ലാത്ത സമയത്ത് സീത അടുക്കളയിൽ കയറി ചായയിടുന്നത് ദേവൻ അത്രയങ്ങ് ദഹിച്ചില്ല. തേയിലയും പഞ്ചസാരയും നോക്കിയാൽ കാണുന്നിടത്ത് തന്നെയാണ്. അതുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് ചെന്നില്ല, ഉമ്മറത്ത് തന്നെ നിന്നു. അല്പസമയം കഴിഞ്ഞതും ഒരു ഗ്ലാസ് ചായയുമായി സീത ഉമ്മറത്തേക്ക് വന്നു. പാല് കണ്ടില്ല, കട്ടൻ ചായയാണ് പറഞ്ഞുകൊണ്ട് സീത ചായ ഗ്ലാസ് ദേവന് നേരെ നീട്ടി. താങ്ക്സ്. ദേവൻ ചിരിച്ചുകൊണ്ട് അത് കയ്യിൽ വാങ്ങി. സീത അവനെ നോക്കി നേരത്തൊരു പുഞ്ചിരി കൊടുത്ത ശേഷം പതിയെ മുറ്റത്തേക്കിറങ്ങി നടന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വിളിച്ചോളൂ, ഗേറ്റ് കടക്കുന്നതിന് മുൻപായി തിരിഞ്ഞു നോക്കിക്കൊണ്ട് സീത പറഞ്ഞു. ദേവൻ ഒന്നും പറഞ്ഞില്ല, വെറുതെ ഒന്ന് തലയാട്ടി. സീത പോയി കഴിഞ്ഞതും ദേവൻ പതിയെ ആ ചായ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. കട്ടൻ ചായ പൊതുവെ കുടിക്കാറില്ല. വല്ലപ്പോഴും പാല് വാങ്ങാൻ മറന്നുപോയാൽ അത്രയും പ്രയാസപ്പെട്ടാണ് കട്ടൻ ചായ കുടിക്കാറ്. മീരയാണ് എന്നും പാല് വാങ്ങാൻ തന്നെ ഓർമ്മിപ്പിക്കാറ്. ഇന്നിപ്പോൾ ഓർമ്മിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിനും ഉന്മേഷമില്ലാത്തതുകൊണ്ടോ താൻ എല്ലാം മറന്നുപോയിരിക്കുന്നു. കട്ടൻ ചായ ഇഷ്ടമല്ലെങ്കിലും അവൻ പതിയെ അത് ഊതിക്കുടിച്ചുകൊണ്ട് ആ ഉമ്മറത്തിരുന്നു. വീട്ടിൽ ആളില്ലെന്ന് കണ്ട് പറയാതെ തന്നെ തനിക്ക് ചായ ഉണ്ടാക്കി തന്ന ആ മനസ്സും അധ്വാനത്തെയും കാണാതെ പോകരുതല്ലോ. അല്ലെങ്കിലും താൻ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ആ മെനക്കേട് കുറഞ്ഞു കിട്ടി.
രാത്രി ഭക്ഷണം കഴിഞ്ഞു മീരയുമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് വൈകുന്നേരം സീത വന്ന കാര്യം ദേവൻ പറഞ്ഞത്. അതുകേട്ട് മീരയൊന്ന് ചിരിച്ചു. പാവം സീത, അവൾക്കത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള മനസ്സുണ്ടായല്ലോ എന്നാണ് മീര പറഞ്ഞത്. മറ്റെന്തെങ്കിലും രീതിയിൽ തെറ്റായി ചിന്തിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ ചിന്തിച്ചില്ല. അവൾക്ക് അവളുടെ ദേവേട്ടനെ അത്രയും വിശ്വാസമായിരുന്നു. മക്കളോടുകൂടി സംസാരിച്ച ശേഷം ദേവൻ ഫോൺ വെച്ചു. അവരുടെ സംസാരം കേട്ടുകഴിഞ്ഞാൽ സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല, അവർക്കരികിലേക്ക് ഓടിയെത്താൻ തോന്നും. പിറ്റേന്നും അവൻ ജോലിക്ക് പോകുന്നതിന് മുൻപായി മീരയെ വിളിച്ച് സംസാരിച്ചു. ജോലി കഴിഞ്ഞു വീട്ടിലെത്താൻ എന്നും തോന്നാറുണ്ടായിരുന്ന ഉത്സാഹം അവന് ആ ദിവസങ്ങളിൽ തോന്നിയിരുന്നില്ല. വീട്ടിലെത്തിയതും കുളിച്ചു മാറ്റി നല്ലൊരു ചായ ഇട്ടു കുടിച്ചു. പാല് വാങ്ങാൻ മറക്കേണ്ടെന്ന് മീര വിളിച്ച് ഓർമ്മിപ്പിച്ചതുകൊണ്ടാകണം അവൻ വരുന്ന വഴിക്ക് പാല് വാങ്ങിച്ചിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ ശേഷം അവൻ അടുക്കളയിലേക്ക് കയറി. ഒരാൾക്ക് വേണ്ട അരി മാത്രം കഴുകി അടുപ്പത്തിട്ട ശേഷം അവനൊന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കി. എന്തുണ്ടാക്കുമെന്ന സംശയമായിരുന്നു അവന്. അത്യാവശ്യം പച്ചക്കറികളെല്ലാം അതിലുണ്ടായിരുന്നു. അവൻ അതിൽ നിന്നും ഒരു തക്കാളിയും കുറച്ച് ചെറിയുള്ളിയും പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില തുടങ്ങിയ സാധനങ്ങളും പുറത്തെടുത്തു. ചെറിയൊരു തക്കാളിക്കറി ഉണ്ടാക്കാം, 2 പപ്പടവും കാച്ചാം, പിന്നെ നാരങ്ങാച്ചാറുമുണ്ടല്ലോ, അത് മതി, അവൻ കരുതി. അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാൻ പോകുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അതാരായിരിക്കും എന്ന സംശയത്തോടെ അവൻ ഉമ്മറത്തേക്ക് നടന്നു. വാതിൽ തുറന്നതും കാണുന്നത് മുറ്റത്ത് നിൽക്കുന്ന സീതയെയാണ്. സീതയെ അവൻ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ മീരയുണ്ടെന്ന് കരുതിയാണ് വന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ. അപ്പോഴാണ് അവളുടെ കയ്യിലെ കവർ അവൻ ശ്രദ്ധിച്ചത്. ഇന്നും അത്താഴം പുറത്തു നിന്നാണോ? സീത ചോദിച്ചു. ഹേയ് അല്ല, ഇന്ന് ഇവിടെ തന്നെ ഒരു തട്ടിക്കൂട്ട് ചോറും കറിയും ഉണ്ടാക്കാമെന്ന് കരുതി. ദേവൻ ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. എന്നാൽ ഉണ്ടാക്കണ്ട, ചോറും കറിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് സീത കയ്യിലെ കവർ ദേവന് നേരെ നീട്ടി. അത് വേണ്ടിയിരുന്നില്ല സീതേ, ഞാൻ ഇവിടെ ഉണ്ടാക്കുമായിരുന്നല്ലോ, ദേവൻ ദയനീയമായി പറഞ്ഞു. അല്ലെങ്കിലേ അവൾ ഒരുപാട് കഷ്ടത്തിലാണ്. അവൾ ജോലിക്ക് പോയിട്ടാണ് ആ കുടുംബത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതിന് തന്നെ അവൾ നല്ലവണ്ണം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തനിക്കും കൂടി. അവളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ ദേവന് വല്ലാത്തൊരു മനപ്രയാസം തോന്നി. സാരമില്ല, ഞാൻ ഏതായാലും കൊണ്ടുവന്നല്ലോ. അതുകൊണ്ട് ഇന്ന് ഏതായാലും ഒന്നും ഉണ്ടാക്കേണ്ട. ഇന്ന് കുറച്ച് നല്ല മത്തി കിട്ടി. കറി വച്ചപ്പോൾ കൊള്ളാം, നല്ല മീന. മീര പറഞ്ഞറിയാം ഇവിടെ എല്ലാവർക്കും മത്തി നല്ല ഇഷ്ടാണെന്ന്. ഏതായാലും മീര ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ കരുതി കുറച്ച് ഇവിടെ കൊണ്ടുതരാമെന്ന്. സീത പറഞ്ഞതും ദേവന് പിന്നെ മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് വേണ്ടെന്ന് പറയുന്നത്? പറഞ്ഞാൽ തന്നെ അവരെന്ത് കരുതും? എന്നാൽ പിന്നെ കറി മാത്രം മതി സീതേ, ചോറ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, അടുപ്പത്താണ്. ദേവൻ പറഞ്ഞതും സീത അവനെയൊന്ന് നോക്കി. അവൾക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല. എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി വെറുതെ പറയുന്നതാവും. ഇവിടം വരെ കൊണ്ടുവന്ന ഭക്ഷണം തിരിച്ചു കൊണ്ടുപോകാൻ അവൾക്ക് തോന്നിയില്ല. മാത്രമല്ല ചോറ് വെച്ചിട്ടില്ലെങ്കിൽ ഇനി അതിനായി ബുദ്ധിമുട്ടണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് സീത അകത്തേക്ക് നടന്നു. അടുക്കളയിൽ ചെന്നതും കണ്ടു ഗ്യാസ് അടുപ്പിൽ വെച്ചിരിക്കുന്ന ചോറിൻ ചെമ്പ്. തൊട്ടരികിൽ തക്കാളിയും മറ്റു പച്ചക്കറി സാധനങ്ങളും എടുത്തു വെച്ചിരിക്കുന്നു. അതു കണ്ടപ്പോൾ ദേവൻ പറഞ്ഞത് സത്യമാണെന്ന് സീതയ്ക്ക് മനസ്സിലായി. അവൾ കയ്യിൽ കരുതിയ കവറിൽ നിന്ന് ചോറിൻ്റെ പാത്രമെടുക്കാതെ വേറെ 2 പാത്രമെടുത്ത് സ്ലാബിന് മുകളിൽ വെച്ചു. ശേഷം ഉമ്മറത്തേക്ക് നടക്കാനായി തിരിഞ്ഞപ്പോഴാണ് വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന ദേവനെ കണ്ടത്. ഇപ്പോ വിശ്വാസമായോ? ദേവൻ ഒരു ചിരിയോടെ ചോദിച്ചു. സീതയൊന്ന് ചിരിച്ചു. ഞാൻ കരുതി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വെച്ച് വെറുതെ പറഞ്ഞതാണെന്ന്, സീത പറഞ്ഞു. ദേവനൊന്ന് ചിരിച്ചു. ഇതെന്താ 2 പാത്രത്തിൽ? അവൾ വെച്ച 2 പാത്രം കണ്ട് ദേവൻ ചോദിച്ചു. അതോ, അത് ഒന്നിൽ കുറച്ച് കറിയും മറ്റേതിൽ കുറച്ച് മീൻ പൊരിച്ചതുമാണ്. അതൊന്നും വേണ്ടിയിരുന്നില്ല സീതേ, കറി മാത്രം മതിയായിരുന്നല്ലോ. സാരമില്ല, വീട്ടിൽ ആവശ്യത്തിനുണ്ട്. പാത്രം പിന്നെ തന്നാൽ മതി. എന്നാൽ ഞാൻ പോട്ടെ. അതും പറഞ്ഞ് സീത അടുക്കളയിൽ നിന്നും ഉമ്മറത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ ദേവനും ഉമ്മറത്തേക്ക് ചെന്നു. എന്നാൽ ശരി, പിന്നെ മീരയുടെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? മുറ്റത്തേക്കിറങ്ങിയ സീത തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവളിപ്പോൾ വരുന്നില്ല. ഏതായാലും വെക്കേഷൻ അല്ലേ, ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിളി വന്നത്. എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്, അതു കഴിഞ്ഞിട്ട് പോകാമെന്നാ വിചാരിച്ചേ.
പക്ഷേ എന്നെ കാത്തു നിന്നാൽ അവളുടെ പോക്ക് നടക്കില്ല. അവൾക്ക് പോകാതെയും വയ്യ, എനിക്ക് ഇവിടെ നിന്ന് പോകാനും വയ്യ. ഇനിയിപ്പോൾ ഓഫീസിലെ ജോലി വേഗം തീർത്ത് എനിക്കും കൂടെ അവിടേക്ക് പോകണം. എൻ്റെ അമ്മയും അച്ഛനും അവിടെ ഇതുപോലെ കാത്തിരിക്കുക. സീത വേറെയൊന്നും ചോദിക്കാതെ തന്നെ ദേവൻ അവളോട് പറഞ്ഞു. സീത അവനെയൊന്ന് നോക്കി ചിരിച്ചതേയുള്ളൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. സീത അത് പറഞ്ഞതും ദേവൻ തലയാട്ടി. അവൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു. അവൾ ഗേറ്റ് കടന്നു പോകുവോളം ദേവൻ വെറുതെ ആ ഉമ്മറത്ത് അങ്ങനെ നിന്നു. പിന്നെ മുൻപിലെ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്ത ശേഷം അടുക്കളയിലേക്ക് തന്നെ വന്നു. കിച്ചൺ സ്ലാബിന് മുകളിൽ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം അവൻ ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്തു വെച്ചു. ഇന്നിനി ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ തന്നെ അവന് വല്ലാത്ത ആശ്വാസം തോന്നി. അവൻ പതിയെ അവൾ കൊണ്ടുവന്ന പാത്രം തുറന്നു നോക്കി. ഒന്നിൽ മീൻകറിയാണ്, മറ്റേ പാത്രത്തിൽ മീൻ പൊരിച്ചതും. കുഞ്ഞൻമത്തിയാണ്, എങ്കിലും നല്ല ചെറുതല്ല. 4 എണ്ണമുണ്ട്. അവൻ കറി ഒന്ന് രുചിച്ചു നോക്കി. നല്ല സ്വാദുണ്ട്. അവൻ അത് അവിടെ തന്നെ വെച്ചു. ഓഫീസിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ചെയ്തു തീർക്കാനുണ്ട്. അടുക്കളയിൽ ഇനി പാചകപ്പണിയൊന്നുമില്ലാത്തതിനാൽ അത്താഴം കഴിക്കുന്ന നേരം വരെ അവൻ പിന്നെ ഓഫീസിലെ കാര്യങ്ങളിൽ തന്നെയായിരുന്നു. രാത്രി അത്താഴം അവൻ സീത കൊണ്ടുവന്നു കൊടുത്ത മത്തിക്കറിയും മത്തിപ്പൊരിച്ചതും കൂട്ടി കഴിച്ചു. നല്ല സ്വാദുണ്ടായിരുന്നു രണ്ടിനും. കൂട്ടത്തിൽ നാരങ്ങ അച്ചാർ കൂടി ഉണ്ടായിരുന്നു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന് മീരയെയും മക്കളെയും മിസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞതും അവൻ മീരയെ ഫോൺ ചെയ്തു. ദേവേട്ടാ, അത്താഴം കഴിച്ചോ? ഫോൺ എടുത്തതും മീര അതാണ് ചോദിച്ചത്. അതു കേട്ട് ദേവനൊന്ന് ചിരിച്ചു. ദേ ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ. അവിടെയോ? ഇവിടെയും കഴിച്ചു. എന്താ കഴിച്ചത്? ചോറും നല്ല മത്തിക്കറിയും, പിന്നെ മത്തി പൊരിച്ചതും. പുറത്തുനിന്ന് വാങ്ങിച്ചോ? ഇല്ല. പിന്നെ ദേവേട്ടൻ തനിയെ വെച്ചോ? അതുമില്ല. ദേവൻ അങ്ങനെ പറഞ്ഞത് മീരയ്ക്ക് സംശയമായി. അപ്പോൾ ഒന്നും കഴിച്ചില്ലേ? അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞേ? മീരയുടെ സ്വരത്തിൽ ദയനീയത. അല്ലടി, സത്യം തന്നെയാ പറഞ്ഞേ, ദേവൻ പറഞ്ഞു. പിന്നെ എങ്ങനെ? സത്യം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് തെളിച്ചു പറഞ്ഞൂടെ? മീരയുടെ സ്വരത്തിൽ പരിഭവമോ ദേഷ്യമോ അങ്ങനെ എന്തെല്ലാമോ അടങ്ങിയിരുന്നു. വേറെയൊന്നുമില്ല എൻ്റെ മീരെ. നിന്റെ കൂട്ടുകാരിയില്ലേ, അവൾ കൊണ്ടുവന്നു തന്നതാ. ആര്, സീതയോ? മീര ചോദിച്ചു. അതെ, സീത തന്നെ. നല്ല മീൻ കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണെന്നാ പറഞ്ഞേ. അതു കേട്ടതും മീരയൊന്ന് പതിയെ ചിരിച്ചു. പാവം അവൾ. ഞാനില്ലാത്തതുകൊണ്ട് അവൾ ദേവേട്ടനൊരു സഹായം ആയിക്കോട്ടെ എന്നു കരുതി കൊണ്ടുവന്ന് തന്നതാകും. എന്നിട്ട് ദേവേട്ടൻ വേണ്ടെന്നൊന്നും പറഞ്ഞില്ലേ? അത് വാങ്ങി വെച്ചോ? പാവം, അതിൻ്റെ വീട്ടിലേക്കുള്ള ചിലവ് തന്നെ അതെങ്ങനെയോ ആണ് നടത്തുന്നേ. മീര പറഞ്ഞപ്പോൾ മറുഭാഗത്ത് ദേവൻ്റെ നേർത്ത ചിരിയാണ് കേൾക്കുന്നത്. എൻ്റെ പൊന്നു മീരെ, എനിക്കും ഇങ്ങനെ തന്നെയാണ് തോന്നിയത്. നിനക്കറിയോ, ഇതിൻ്റെ കൂടെ അവൾ ചോറും കൊണ്ടുവന്നിരുന്നു. അപ്പോഴേക്കും ഞാൻ അരി അടുപ്പത്തിട്ടു കഴിഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടവൾ വിശ്വസിച്ചില്ല. പിന്നെ അടുക്കളയിൽ കയറി നോക്കി അടുപ്പത്ത് ചോറ് തിളയ്ക്കുന്നത് കണ്ടപ്പോഴാ അവൾ വിശ്വസിച്ചേ. പിന്നെ കറിയും പൊരിച്ചതും നിർബന്ധിച്ച് അവിടെ വെച്ചു. പാത്രം വാങ്ങാൻ കൂടി നിന്നില്ല, വേഗം പോയി, ദേവൻ പറഞ്ഞു. പാവം, ഒരു നെടുവീർപ്പിൽ കുതിർന്ന മീരയുടെ മറുപടി. അല്ല, അതൊക്കെ പോട്ടെ, കറി എങ്ങനെയുണ്ടായിരുന്നു? ടേസ്റ്റ് ഉണ്ടായിരുന്നോ? സത്യം പറയാലോ മീരെ, നല്ല കറി. ഞാനിന്ന് വെച്ച ചോറ് മുഴുവൻ കഴിച്ചു. ഞാൻ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടോ? എല്ലാ സ്ത്രീകളെയും പോലെ അവൾക്കതാണ് അറിയേണ്ടത്. അതു കേട്ട് ദേവൻ ഉറക്കെയൊന്ന് ചിരിച്ചു. മറുഭാഗത്ത് ശബ്ദമില്ലാത്തൊരു പുഞ്ചിരി മീരയുടെ ചുണ്ടിലും വിരിഞ്ഞിരുന്നു. പിന്നെയും ഏറെ നേരം തമ്മിൽ സംസാരിച്ചിരുന്ന ശേഷമാണ് അവർ ഉറങ്ങാൻ കിടന്നത്. പിന്നീടുള്ള 2 ദിവസങ്ങളിൽ സീത വന്നില്ല. ദേവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവളുടെ വീട്ടിലെ അവസ്ഥ അറിയുന്നതുകൊണ്ട് തന്നെ ദേവൻ അത് കാര്യമാക്കിയില്ല. എന്നാൽ അതിൻ്റെയും പിറ്റേന്ന് ജോലി കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറി ഹാളിലേക്ക് വരുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ദേവൻ ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ സീതയാണ്. അവനൊന്ന് സീതയെ നോക്കി ചിരിച്ചു. ഇന്നും കയ്യിൽ എന്തോ ഒരു കവറുണ്ട്. ഇപ്പോൾ വന്നതേയുള്ളോ? സീത ചോദിച്ചു. ദേ വന്നു കയറിയതേയുള്ളൂ. ഇന്നെന്താണ് കവറിലൊരു സ്പെഷ്യൽ? ദേവൻ നേർത്തൊരു ചിരിയോടെ തന്നെ സീതയുടെ കയ്യിലെ കവറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, കുറച്ച് ചെമ്മീൻ കറിയാ. ആഹാ, ചെമ്മീനോ? കൊള്ളാലോ, ദേവൻ ചിരിയോടെ പറഞ്ഞു. ചായക്കുടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഉണ്ടാക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് സീത വന്നത്. ആണോ, എന്നാൽ ഞാനുണ്ടാക്കാം. അതും പറഞ്ഞുകൊണ്ട് സീത ഉമ്മറത്തേക്ക് കയറി അകത്തേക്ക് നടന്നു. ഒരു നിമിഷം ഉമ്മറത്ത് തന്നെ നിന്ന ശേഷം ദേവനും അകത്തേക്ക് നടന്നു.
ദേവൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ സീത ചായ വെക്കാനുള്ള പാത്രം ഒന്ന് വെറുതെ കഴുകുകയാണ്. പാത്രം കഴുകി തിരിഞ്ഞപ്പോഴാണ് വാതിൽപ്പടിയിൽ നിൽക്കുന്ന ദേവനെ അവൾ കാണുന്നത്. സാറിന് പാൽച്ചായയല്ലേ? അവൾ ചോദിച്ചു. ദേവൻ അതേ എന്ന് തലയാട്ടി. അവൾ ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്തു. ദേവൻ അവൾ ചെയ്യുന്നതെല്ലാം നോക്കി നിന്നു. ഇതിനു മുൻപ് വന്ന് ചായ ഇട്ടതുകൊണ്ടോ സാധനങ്ങളെല്ലാം കാണുന്നിടത്ത് തന്നെ ഉള്ളതുകൊണ്ടോ അവൾക്ക് ഒന്നിനും ഒരു തപ്പിപ്പിടുത്തം ഉണ്ടായിരുന്നില്ല. ചായയായി. അവൾ അതും പറഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്ക് ആ ചായയൊഴിച്ച് ദേവന് നേരെ നീട്ടി. ദേവൻ അത് കൈ നീട്ടി വാങ്ങി. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ, പാത്രം പിന്നെ മതി. സീത അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ തന്നെ ചായ ഗ്ലാസും പിടിച്ചുകൊണ്ട് ദേവനും ഉമ്മറത്തേക്ക് നടന്നു. പിന്നെ ഇന്നിനി ചോറുണ്ടാക്കണ്ട, അതിൽ ചോറുമുണ്ട് പറഞ്ഞുകൊണ്ട് അവളൊന്ന് ചിരിച്ചു. പിന്നെ മുറ്റത്തേക്കിറങ്ങി ചെരുപ്പിട്ടു. അത് വേണ്ടിയിരുന്നില്ല സീതേ, ദേവൻ പറഞ്ഞു. അത് വേണം സാറേ, സീതയും ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. പിന്നെ പതിയെ മുൻപോട്ട് നടന്നു. ഗേറ്റിനരികിലെത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി കൈവീശി. ദേവനും ഒരു പുഞ്ചിരിയോടെ തന്നെ അവളെ നോക്കി കൈവീശി. പോകുമ്പോൾ മുൻപ് അവൾ മീൻകറിയും മീൻ വറുത്തതും കൊണ്ടുവന്ന പാത്രവും അവൾ തിരികെ കൊണ്ടുപോയിരുന്നു. അന്ന് അത്താഴം കഴിഞ്ഞ നേരത്ത് ആദ്യം മീരയുടെ കോളാണ് ദേവന്റെ ഫോണിലേക്ക് വന്നത്. ദേവൻ ഒരു പുഞ്ചിരിയോടെ തന്നെ കോളെടുത്തു. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു, ദേവൻ പറഞ്ഞു. നിന്നതല്ലേ ഉള്ളൂ, വിളിച്ചില്ലാലോ? മീരയുടെ വാക്കിൽ കുസൃതി നിറഞ്ഞു. ദേവൻ അതു കേട്ട് ചിരിച്ചു. കുറച്ചു നേരത്തെ സംസാരത്തിനൊടുവിൽ സീത ഇന്ന് ചോറും കറിയും കൊണ്ട് വീട്ടിൽ വന്നതും ചായയിട്ട് തന്നതും ദേവൻ മീരയോട് പറഞ്ഞു. എന്നാൽ ഇതിനു മുൻപ് കേട്ടുനിന്നതുപോലെ കേട്ടുനിൽക്കാൻ അപ്പോൾ എന്തോ മീരയ്ക്ക് കഴിഞ്ഞില്ല. അവൾക്കുള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞു തുടങ്ങി. അടുക്കളയിൽ പെരുമാറുമ്പോഴൊന്നും മറ്റൊരു വീട്ടിലെ അടുക്കളയാണെന്ന അപരിചിതത്വം ഒന്നും അവൾക്ക് തോന്നുന്നേയില്ലെന്ന് കൂടി ദേവൻ പറയുമ്പോൾ മീരയുടെ നെഞ്ചിടിപ്പിന് ആക്കം കൂടുകയായിരുന്നു. സീത കൊണ്ടുവന്ന ചെമ്മീൻ കറിയെ പറ്റിയൊക്കെ ദേവൻ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ അതെല്ലാം വല്ലാത്തൊരു മടുപ്പോടെ കേട്ടുനിന്നു. ഇടയ്ക്ക് ദേവൻ മക്കളോടും സംസാരിച്ചു. അതിനുശേഷം ഫോൺ വീണ്ടും മീരയുടെ കൈകളിൽ തന്നെ എത്തിച്ചേർന്നു. ദേവേട്ടൻ എന്നാ വരുന്നത്? അവൻ എന്തോ പറയുന്നതിൻ്റെ ഉള്ളിലൂടെ പെട്ടെന്നാണ് മീര അത് ചോദിച്ചത്. ഞാൻ നോക്കട്ടെ, ഓഫീസിൽ ഇനിയും വർക്ക് പെൻഡിങ് ആണ്, എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം, ദേവൻ പറഞ്ഞു. അവൾക്ക് ആ മറുപടിയിൽ തൃപ്തി തോന്നിയില്ല. ഒരാഴ്ച കൊണ്ട് വർക്കെല്ലാം തീർത്ത് വരുമെന്നാണല്ലോ ദേവേട്ടൻ പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ? എത്ര ദിവസമായി? ഇതെന്താ തീരാത്തത്? പരിഭവമാണോ ദേഷ്യമാണോ അവളുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നതെന്നറിയില്ല. നീ ഇങ്ങനെ ചൂടാവല്ലേ മീരേ, ഞാൻ പറഞ്ഞല്ലോ നോക്കാമെന്ന്. ഞാൻ കഴിയുന്നതും വേഗം വരാം. നിന്നെയും മക്കളെയും കാണാതെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ അത്രയും തിരക്കായതുകൊണ്ടാണ്. നീയൊന്ന് മനസ്സിലാക്ക്, ദേവൻ പറഞ്ഞു. മീര പിന്നെയൊന്നും പറഞ്ഞില്ല. അവളൊന്ന് വെറുതെ മൂളിയതേയുള്ളൂ. പിന്നെയും ദേവൻ എന്തൊക്കെയോ സംസാരിച്ചു. മീര അതിനെല്ലാം മൂളുകയും 2-3 വാക്കിൽ മറുപടി പറയുകയും ചെയ്തു. അവൾക്കുള്ളിൽ എന്തോ ഒരു പ്രയാസം കിടന്ന് തിളച്ചുമറിയാൻ തുടങ്ങിയിരുന്നു. പിന്നെയും 2 ദിവസം കഴിഞ്ഞുള്ളൊരു വൈകുന്നേരത്തിൽ സീത വീണ്ടും ദേവന്റെ വീട്ടിലെത്തി. അന്നും അവളുടെ കയ്യിലൊരു കവറുണ്ടായിരുന്നു. അന്ന് കോളിംഗ് ബെൽ അടിച്ചതും ദേവൻ വന്നു വാതിൽ തുറന്നു. മുൻപിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന സീതയെ കണ്ട് ദേവൻ ഒന്ന് ചിരിച്ചു. സീതയും അവനെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നീടൊരു ചോദ്യത്തിനോ മറുപടിക്കോ ഇടം കൊടുക്കാതെ സീത ഉമ്മറത്തേക്ക് കയറി. വാതിൽപ്പടി എത്തിയതും ദേവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് സീതയ്ക്ക് വഴിമാറിക്കൊടുത്തു. ദേവൻ അവൾക്ക് പിറകെ അടുക്കളയിലേക്ക് നടന്നു. അവൻ അടുക്കളയിലെത്തുമ്പോഴേക്കും അവൾ ചായയ്ക്കുള്ള പാൽ അടുപ്പത്ത് വെച്ചു കഴിഞ്ഞിരുന്നു. അവൾ പിറകിലെ കാലനക്കം മറിഞ്ഞ് തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ദേവനെ കണ്ട് അവളൊന്ന് ചിരിച്ചു. പിന്നെ വീണ്ടും ചായയിൽ ശ്രദ്ധിച്ചു. എനിക്ക് മാത്രമാക്കണ്ട, ഒരു ഗ്ലാസ് ചായ കൂടി അധികം വെച്ചോ, നിനക്ക് കൂടി കുടിക്കാലോ, ദേവൻ പറഞ്ഞു. വേണമെന്നില്ല, സീത മറുപടി കൊടുത്തു. വേണം, നീ എന്നും എനിക്കുണ്ടാക്കി തരുന്നില്ലേ, ഇന്ന് നീയും കൂടി കുടിക്കി, ദേവൻ ഒരു നിർബന്ധത്തോടെ പറഞ്ഞതും അവൾ അല്പം പാലുകൂടി അതിലേക്ക് ചേർത്തു. പിന്നെ ദേവനൊന്നും പറയാതെ വാതിലും ചാരി അവൾ ചെയ്യുന്നതും നോക്കി അങ്ങനെ നിന്നു. ചായയായി കഴിഞ്ഞതും അവൾ അത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തു. അപ്പോഴേക്കും ദേവൻ ചെന്ന് ഒരു പ്ലേറ്റിലേക്ക് അല്പം മിക്സ്ചർ എടുത്ത് അതും കൊണ്ട് ഹാളിലേക്ക് നടന്നു. ദേവന് പിറകെ തന്നെ 2 ഗ്ലാസ് ചായയുമായി സീതയും ഹാളിലേക്ക് വന്നു. ഇരിക്കി, ദേവൻ പറഞ്ഞു. സീത അവനിരുന്ന അതേ സോഫയിൽ തന്നെ, എന്നാൽ അവനിൽ നിന്നും ഒരല്പം ദൂരത്തായി ഇരുന്നു. മീര വിളിച്ചിരുന്നോ?
സാർ എന്നാണ് നാട്ടിലേക്ക് പോകുന്നത്? ചായ കുടിക്കുന്നതിനിടയിൽ സീത ദേവനോട് ചോദിച്ചു. ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. ഇനി രാത്രി വിളിക്കണം. നാട്ടിലേക്ക് എന്നാ വരുന്നതെന്നാ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. ഇപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ, കഴിയുന്നതും വേഗത്തിൽ പോകാൻ നോക്കണം. അല്ലെങ്കിൽ അവൾ എനിക്കൊരു സ്വൈര്യവും തരില്ല. ദേവൻ ചായ ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. എന്തു പറ്റി? ഓഫീസിലെ വർക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? അവൾ പറഞ്ഞതും ദേവനൊന്ന് അവളെ തലയുയർത്തി നോക്കി. ദേവനെ തന്നെ നോക്കിയിരിക്കുകയാണ് സീത. വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് ദേവൻ അത് പറഞ്ഞത്. മീരയും മക്കളും ഇല്ലാത്തതുകൊണ്ട് വീടാകെ ഉറങ്ങിയതുപോലെ. സാറിനും വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ടാകുമല്ലേ? സീത ചോദിച്ചതും ദേവനൊന്ന് പുഞ്ചിരിച്ചു. ഒരു നിമിഷം അവൻ്റെ ഓർമ്മകൾ തൻ്റെ ഭാര്യയിലും മക്കളിലും എത്തി. എന്തിനോ അവൻ്റെ ഹൃദയമൊന്ന് പിടഞ്ഞു. അത് പിന്നെ പറയാനുണ്ടോ? ഞാനിവിടെ ഉണ്ടെന്നേ ഉള്ളൂ. എൻ്റെ മനസ്സ് അവിടെ അവരുടെ കൂടെയാണ്. അങ്ങനെ പറയാനാണ് ദേവന് അപ്പോൾ തോന്നിയത്. ദേവനൊന്ന് നെടുവീർപ്പിട്ടു. സീത അതിന് പതിയെ ഒന്ന് മൂളി. അവർക്കിടയിൽ പിന്നെ കുറച്ചു സമയം ഒരു മൗനം നിറഞ്ഞു നിന്നു. ആ മൗനത്തിന് ശേഷം ദേവൻ പതിയെ സീതയോട് ചോദിച്ചു. സീതേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ദേവൻ ചോദിച്ചതും സീത എന്താണതെന്ന സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. എന്താണേലും ചോദിച്ചോളൂ, സീത പറഞ്ഞു. അത് മീര പറഞ്ഞു തൻ്റെ ഭർത്താവ് എന്നും കുടിച്ചിട്ടാണ് വരുന്നത്, വീട്ടിലെന്നും വഴക്കാണ് എന്നൊക്കെ. ശരിക്കും എന്താ തൻ്റെ പ്രശ്നം? ദേവൻ ചോദിച്ചു. ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെയൊന്ന് നോക്കി. എന്തൊക്കെയോ ചിന്തകൾ അവൾക്കുള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അതു കണ്ടതും ദേവനാകെ വല്ലാതെയായി. അല്ല, ഞാൻ ചോദിച്ചെന്നേയുള്ളൂ. എന്തോ ചോദിക്കണമെന്ന് തോന്നി. തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. താനത് വിട്ടുകളഞ്ഞേക്ക്. ദേവൻ പെട്ടെന്ന് തന്നെ അങ്ങനെ പറഞ്ഞു. സീത അതിനൊന്ന് പതിയെ പുഞ്ചിരിച്ചു. ഏയ്, അങ്ങനെയല്ല. പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സാറിത് ചോദിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പറഞ്ഞു വരുമ്പോൾ എൻ്റെ കല്യാണത്തിന് മുൻപ് തൊട്ടേ പറയണം. സാറിനതെല്ലാം കേൾക്കാനുള്ള സമയമുണ്ടോ? സീത അങ്ങനെ ചോദിച്ചതും ദേവൻ സീതയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണിൽ വല്ലാത്തൊരു ദയനീയ ഭാവം നിറഞ്ഞു നിൽക്കുന്നത് പോലെ. അവൻ ക്ലോക്കിലേക്കൊന്ന് നോക്കി. സമയം 6 മണിയാകാൻ പോകുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ടാകുന്നേയുള്ളൂ. ഇപ്പോഴും വെളിച്ചമുണ്ട്. എന്തോ അവളുടെ മുഖത്ത് നോക്കി പിന്നെ പറയാമെന്ന് പറയാൻ തോന്നിയില്ല. താൻ തന്നെയാണ് ഇപ്പോൾ അവളോട് ഈ ഒരു കാര്യം ചോദിച്ചത് പോലും. ഉണ്ടല്ലോ, സീത പറയൂ, ഞാൻ കേൾക്കാം, ദേവൻ പറഞ്ഞു. സീത ദേവനെ ഒന്ന് നോക്കി. പിന്നെ ഒരു നെടുവീർപ്പോടെ അവൾ പറഞ്ഞു തുടങ്ങി. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ട അവൾ അവളുടെ അമ്മയുടെ വീട്ടിലാണ് പിന്നീട് വളർന്നത്. എന്നാൽ ചോദിക്കാനും പറയാനും അമ്മയും അച്ഛനും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അവളുടെ ജീവിതം ശരിക്കും ഒരു വേലക്കാരിയുടേതുപോലെ തന്നെയായിരുന്നു. 10ാം ക്ലാസ് വരെ അവരെങ്ങനെയോ അവളെ പഠിപ്പിച്ചു. പിന്നീട് 18 വയസ്സാകുന്നതുവരെ അവൾ ആ വീട്ടിലെ ജോലിയും മറ്റുമായി കഴിഞ്ഞുകൂടി. പിന്നീട് അവൾ എന്ന ബാധ്യത ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച വഴിയായിരുന്നു അവളുടെ വിവാഹം. അവൾക്കായി ആദ്യം വന്ന ആലോചന അരവിന്ദിൻ്റേതായിരുന്നു. അധികമൊന്നും ആലോചിക്കുകയും വെച്ചു താമസിപ്പിക്കുകയും ചെയ്യാതെ അവർ സീതയും അരവിന്ദും തമ്മിലുള്ള വിവാഹം അങ്ങ് നടത്തി. തന്നെ കെട്ടുന്നവൻ നല്ലവനായിരിക്കുമെന്നും ഇനിയെങ്കിലും തനിക്കൊരു നല്ല ജീവിതം കിട്ടുമെന്നും അവൾ ആഗ്രഹിച്ചു, ആശ്വസിച്ചു. എന്നാൽ വിവാഹ ജീവിതത്തിലും അവൾ തോറ്റുപോയി. വിധി അവളെ വീണ്ടും തോൽപ്പിച്ചു. സ്ഥിരമായി മദ്യപിച്ചു വരുന്നൊരുത്തൻ. ആദ്യരാത്രിയിൽ പോലും അയാളിൽ നിറഞ്ഞു നിന്നത് മദ്യമായിരുന്നു. ഹൃദയം കൊണ്ട് പെണ്ണിനെ മനസ്സിലാക്കാത്ത, അറിയാൻ ശ്രമിക്കാത്ത, സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ. അതായിരുന്നു അയാൾ. സ്നേഹത്തിൻ്റെ യാതൊരു കൂട്ടുമില്ലാതെ, രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അയാൾ അവളെ പ്രാപിച്ചു. അങ്ങനെയുണ്ടായതാണ് ആ 2 മക്കളും. വീട്ടിൽ അവൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊരു പാവം സ്ത്രീയായിരുന്നു. പലപ്പോഴും അവർ മരുമകൾക്ക് വേണ്ടി മകനോട് വാദിച്ചു. അതിൻ്റെയൊക്കെ അവസാനം അവളുടെ കൂട്ടത്തിൽ അവൻ്റെ അമ്മയ്ക്കും അവനിൽ നിന്നും വേദനയേൽക്കേണ്ടി വന്നു. എന്തിനാണ് ഇങ്ങനെ വേദന സഹിക്കുന്നത്? ഇതൊന്നും അനുഭവിക്കാൻ നിൽക്കാതെ മരിച്ചു കളഞ്ഞാലോ എന്നുവരെ ചിന്തിച്ചതാണ്. പക്ഷേ അങ്ങനെയൊരു തീരുമാനം എടുക്കുമ്പോഴേക്കും അവളുടെ മൂത്ത കുഞ്ഞ് അവളുടെ ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞിരുന്നു. ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ ആ കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിച്ചു ജീവിച്ചു. അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം അവൻ്റെ പ്രായമായ അമ്മയായിരുന്നു. മൂത്ത കുഞ്ഞിൻ്റെ പാലുകുടി മാറുമ്പോഴേക്കും 2ാമത്തെ കുഞ്ഞും വന്നു. പിന്നീട് ആ മക്കളായിരുന്നു അവളുടെ ജീവൻ.
വെറും ഒരു 10ാം ക്ലാസ്സുകാരിയായ അവൾക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ നല്ലൊരു ജോലി കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. മാത്രമല്ല, ചെറിയ 2 മക്കളെയും കൊണ്ട് ആണൊരുത്തൻ്റെ കൂട്ടില്ലാതെ ജീവിക്കേണ്ടി വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവളൊന്ന് ഓർത്തു നോക്കി. തൻ്റെ മക്കൾക്ക് മഞ്ഞും മഴയും ഏൽക്കാതെ കിടന്നുറങ്ങാൻ ഒരു കൂര വേണമെന്നുള്ളതുകൊണ്ട് മാത്രം അവൾ ആ വീട്ടിൽ പിടിച്ചു നിന്നു. മക്കളെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് അവൾ വീട്ടുജോലിക്ക് പോകും. അന്നേ അവൾ കുടുംബം നോക്കാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. അവളെന്ന ബാധ്യത ഒഴിവാക്കാനായി ചെറുക്കനെക്കുറിച്ച് അധികമൊന്നും അന്വേഷിക്കാതെ വിവാഹം നടത്തിയവർ അവളെക്കുറിച്ച് പിന്നീടൊന്നും അന്വേഷിച്ചതുമില്ല. അതറിയുന്നതുകൊണ്ട് തന്നെ അവളും അവർക്കരികിലേക്ക് ചെന്നില്ല. അല്ലെങ്കിലും സ്വന്തം അമ്മയും അച്ഛനും ഉള്ളതുവരെയേ നമുക്കാരെങ്കിലും സ്വന്തമായി ഉണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതില്ലാതെയായാൽ എല്ലാവരും തനിച്ചു തന്നെയാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞതും അവൻ്റെ അമ്മ മരിച്ചു. പിന്നീട് അവളും മക്കളും മാത്രമായി ആ വീട്ടിൽ. എപ്പോഴും കുടിച്ച് 4 കാലിൽ കയറി വരുന്ന അവനെ അവൾക്ക് ആ വീട്ടിലെ ഗൃഹനാഥനായി തോന്നിയതേയില്ലായിരുന്നു. അവളുടെ കഥ ദേവൻ കേട്ടു നിൽക്കുകയായിരുന്നു. അവൻ എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. അവൻ അവളെ അലിവോടെ നോക്കി. എന്നെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടില്ല. എന്തിന്, സ്നേഹത്തോടെ നോക്കിയിട്ട് പോലുമില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ ആയെന്നേയുള്ളൂ. ഭർത്താവിൻ്റെ, ആണൊരുത്തൻ്റെ സ്നേഹമെന്തെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതിനുള്ള ഭാഗ്യമില്ലായിരിക്കും. ഇതായിരിക്കും എൻ്റെ വിധി. അവൾ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം ശരിയാകും. തളർന്നു പോകരുത്. മക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ജീവിക്കൂ. അവർക്ക് സീതയല്ലാതെ വേറെ ആരാണുള്ളത്? ദേവൻ അത്രമാത്രം പറഞ്ഞു. അങ്ങനെ പറയാതിരിക്കാൻ അവന് തോന്നിയില്ല. അതെ, അതെനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ. സീത ആ കണ്ണുനീരിനിടയിലും ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കുടിച്ചു കഴിഞ്ഞ 2 ഗ്ലാസും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ദേവൻ സോഫയിൽ തന്നെ ഇരുന്നു. ഗ്ലാസ് 2ഉം കഴുകി വെച്ച ശേഷം ഹാളിലേക്ക് അവൾ വന്നു. ഇത് സാറെടുത്ത് വെക്കില്ലേ? ഹാളിലേക്ക് വന്ന് മിക്സ്ചറിൻ്റെ പ്ലേറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. ദേവൻ അതേ എന്ന് തലയാട്ടി. എന്നാൽ ഞാനിറങ്ങട്ടെ. അതും പറഞ്ഞുകൊണ്ട് സീത ഉമ്മറത്തേക്ക് നടന്നു. ദേവനും അവൾക്ക് പിറകെ ഉമ്മറത്തേക്ക് ചെന്നു. നേരത്തേതുപോലെയല്ല. ഇപ്പോൾ നേർത്തൊരു ഇരുട്ട് ചുറ്റും പരന്നു തുടങ്ങിയിരിക്കുന്നു. ഒറ്റയ്ക്ക് പോകുമോ? ദേവൻ ചോദിച്ചു. സീത അതിനൊന്ന് ചിരിച്ചു. ഇപ്പോൾ ഒന്നിനോടും പേടിയില്ല സാറേ, സീത പറഞ്ഞു. എന്നാൽ വേഗം ചെല്ലൂ. മക്കൾ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ? ദേവൻ പറഞ്ഞു. ഈ നേരത്തൊന്നും പ്രശ്നമില്ല. ഇതിലും നേരം വൈകിയാലാണ് മക്കൾ പേടിക്കുന്നത്. എല്ലാം കണ്ടും കേട്ടും അവർക്കും ഇപ്പോൾ ഭയങ്കര ധൈര്യമാണ്. ഒരു നെടുവീർപ്പ് കലർന്ന പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. പിന്നെ പതിയെ ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു. അവൾ പോകുന്നതും നോക്കി ദേവൻ ആ ഉമ്മറത്ത് അങ്ങനെ നിന്നു. പിറ്റേന്നും ദേവന്റെ വീടിന്റെ കോളിംഗ് ബെൽ ശബ്ദിച്ചു. ദേവൻ ചെന്ന് നോക്കുമ്പോൾ സീതയാണ്. ദേവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. സീതയും അവനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അകത്തേക്ക് കയറി. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ സീത അടുക്കളയിലേക്ക് നടന്നു. ദേവനും അവൾക്ക് പിറകെ അടുക്കളയിലേക്ക് നടന്ന് ആ വാതിലിൽ ചാരി അങ്ങനെ നിന്നു. അവൾ ചായ ഉണ്ടാക്കുന്നതും നോക്കി ദേവൻ നിന്നു. ചായ ഇട്ട് കഴിയാനായതും ദേവൻ ചെന്ന് ടിന്നിൽ നിന്നും കുറച്ച് കായ വറുത്തത് പ്ലേറ്റിലേക്ക് ചൊരിഞ്ഞു. അതും കൊണ്ട് അവൻ ഹാളിലേക്ക് നടന്നതിൻ്റെ പിന്നാലെ സീതയും 2 ഗ്ലാസ്സിൽ പാൽച്ചായയുമായി ഹാളിലേക്ക് വന്നു. ഒരു സോഫയിൽ 2 വശത്തുമായി അവരിരുന്നു. ഒന്നും പറയുന്നില്ല. അവർക്കിടയിൽ നിറഞ്ഞു നിന്നതൊരു തരം മൗനം മാത്രമായിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞതും ദേവൻ സീതയെ ഒന്ന് നോക്കി. അവൾ തലയും കുനിച്ചിരിക്കുകയാണ്. തെല്ലൊരു നേരത്തെ നോട്ടത്തിനു ശേഷം ദേവൻ പതിയെ സീതയുടെ വിരലിൽ ഒന്ന് തൊട്ടു. സീത തലയുയർത്തി ദേവനെ ഒന്ന് നോക്കി. ദേവൻ പതിയെ സീതയുടെ കൈകളിൽ പിടിച്ചു. സീതയിൽ നേർത്തൊരു വിറയലുണ്ട്. സർ, ഇത് തെറ്റല്ലേ? മീരയറിഞ്ഞാൽ അവളെ ഞാൻ ചതിച്ചെന്ന് പറയില്ലേ? സീത ചോദിച്ചു. അറിയില്ല, അറിയരുത്, ദേവൻ പറഞ്ഞു. എന്നാലും ഇത് തെറ്റല്ലേ? സീത ചോദിച്ചു. ദേവൻ ഒന്ന് ചിരിച്ചു. തെറ്റായിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ തെറ്റും ശരിയും ഒന്നും നോക്കണ്ട. സീതയല്ലേ പറഞ്ഞത് ഇതുവരെ നീ ഭർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലെന്ന്? പറഞ്ഞുകൊണ്ട് ദേവൻ സീതയെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തി. പിന്നെ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല. അനുസരണയോടെ അവനിലേക്ക് ചേർന്നിരുന്നു. എത്ര നാളത്തേക്കാ ഇങ്ങനെ? മീര വരുന്നത് വരെയാണോ? അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം മാറ്റാതെ തന്നെ സീത ചോദിച്ചു. അറിയില്ല, പക്ഷേ എന്തോ നിന്നെ അങ്ങനെ ഒഴിവാക്കാനും തോന്നുന്നില്ല.
ഇങ്ങനെ ഒരുമിച്ചിരിക്കാനൊന്നും പറ്റില്ലെങ്കിലും നീ ഇടയ്ക്ക് വാ, നമുക്ക് കാണാലോ. നീയും അവളും നല്ല കൂട്ടായതുകൊണ്ട് അവൾക്ക് സംശയമൊന്നും തോന്നുകയുമില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്ന്. ദേവൻ പറഞ്ഞതും സീത അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി ദേവനെയൊന്ന് നോക്കി. അപ്പോൾ എന്നെങ്കിലും മീരയെ അറിഞ്ഞാലോ? അന്നെന്നെ ഒഴിവാക്കുമോ? ചോദിക്കുമ്പോൾ സീതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവൻ ഒന്നും പറഞ്ഞില്ല. അവളെ ഒന്നുകൂടി തന്നോട് ചേർത്തു പിടിച്ചുകൊണ്ട് പതിയെ ആ നെറ്റിയിൽ അമർത്തി മുത്തി. സീത രണ്ടു കണ്ണുകളും അടച്ചതിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ദേവൻ പിന്നെ പതിയെ എഴുന്നേറ്റ് ചെന്ന് ഉമ്മറത്തെ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്തു. വാ, അവൻ അവൾക്ക് നേരെ കൈനീട്ടി വിളിച്ചു. അവൾ എഴുന്നേറ്റ് അവനരികിലേക്ക് ചെന്നതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്തു. ഒരു പോളിസ്റ്റർ സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. നല്ല നിറമുള്ള അവളുടെ അണിവയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. ദേവന്റെ വിരലുകൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ പതിഞ്ഞതും സീതയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽപ്പിണർ പാഞ്ഞുപോയി. അത് ദേവന് മനസ്സിലായിരുന്നു. അവനൊരു വശ്യമായ പുഞ്ചിരിയോടെ വീണ്ടും വിരലുകൾ അവിടെ മുറുക്കിയതും സീത അവനിലേക്ക് ചേർന്നു പോയിരുന്നു. അവൾ അവൻ്റെ ഷർട്ടിൽ ഇരു കൈകളും മുറുക്കി. ദേവൻ അവൻ്റെ ചൂണ്ടുവിരലാൽ സീതയുടെ മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ മേൽച്ചുണ്ടിൽ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നു. ദേവൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്തോ മനസ്സും ശരീരവും കൈവിട്ടു പോകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ വിരലുകളും കണ്ണുകളും ഒരുപോലെ അവളുടെ മുഖത്താകെ ഓടി നടന്നു. അവസാനം അവ വന്നു നിന്നത് ഇളം റോസ നിറമാർന്ന വിറയ്ക്കുന്ന അവളുടെ ചുണ്ടിലാണ്. അവൻ പതിയെ വിരലുകൾ കൊണ്ടൊന്നവിടെ തഴുകി. അവൻ്റെ വശ്യമായ നോട്ടവും പ്രവൃത്തിയും കാണുമ്പോൾ അവളിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അവനിൽ നിന്ന് അവളും എന്തൊക്കെയോ കൊതിക്കുന്നത് പോലെ. ഇടുപ്പിൽ കൈ മുറുക്കിക്കൊണ്ട് തന്നെ അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുത്തു വന്നതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവൻ പതിയെ തൻ്റെ അധരങ്ങൾ കൊണ്ട് അവളുടെ അധരങ്ങൾ കവർന്നു. അവസാനം ശ്വാസം പോകുമെന്ന് തോന്നി അവളൊന്ന് പിടഞ്ഞതും അവൻ അവളെ മോചിപ്പിച്ചു. അവൾ അവനിലേക്ക് നോക്കിയില്ല. തലയും കുനിച്ചു നിൽക്കുന്ന അവളെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവൻ അവളെയും കൂട്ടി മുറിയിൽ കയറി വാതിലടച്ചു. ആ മുറിയിൽ വെച്ച് ശരീരം കൊണ്ട് പരസ്പരം ഒന്നാകാൻ അവർക്ക് അധിക സമയം വേണ്ടി വന്നില്ല. എല്ലാ അർത്ഥത്തിലും അവരൊന്നായി. ഒരു പുകമറയ്ക്കുള്ളിലൂടെ എന്ന പോലെ രണ്ടു നിഴലുകൾ പോലെ അവരൊന്നാകുന്നത് അവ്യക്തമായി കണ്ടതും മീര ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് അവൾ ചുറ്റും നോക്കി. തനിക്കരികിൽ തൻ്റെ രണ്ടു മക്കളും കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ചു സമയം വേണ്ടി വന്നു അവൾക്കതൊരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോഴും അവളുടെ നെഞ്ച് ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന വിധത്തിൽ അതീവ ശക്തിയിൽ മിടിക്കുന്നുണ്ട്. വെള്ളത്തിൽ കിടന്നെഴുന്നേറ്റതുപോലെ ശരീരം ഒന്നാകെ വിയർത്തൊലിക്കുന്നു. അവൾ കണ്ണുകൾ രണ്ടും ഇറുക്കെ ചിമ്മി. പിന്നെ വേഗത്തിൽ എഴുന്നേറ്റ് ചെന്ന് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ജഗ് ഒന്നാകെ വായിലേക്ക് കമിഴ്ത്തി. ഒരു ജഗ് വെള്ളം മുഴുവൻ അവൾ കുടിച്ചെന്ന് പറയാം. എന്നിട്ടും അവളുടെ ദാഹം മാറുന്നില്ല, കിതപ്പ് മാറുന്നില്ല, ആശ്വാസം തോന്നുന്നില്ല. എന്തായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊരു സ്വപ്നം കാണാൻ കാരണം? അതും ഓർത്തുകൊണ്ട് അവൾ വേഗം ഫോൺ എടുത്തു നോക്കി. സമയം 4:05 ആയിരിക്കുന്നു. പുലർച്ചെ സമയം. അവളുടെ അസ്വസ്ഥത ഒന്നുകൂടെ കൂടി. പുലർച്ചയ്ക്ക് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ് പറയാറ്. അല്ലെങ്കിൽ പിന്നെ ആരോടെങ്കിലും ഒന്ന് പറയണം. ആരോടാണ് ദൈവമേ ഇതൊന്ന് പറയുന്നത്? എന്നാലും എന്തായിരിക്കും താൻ ഇങ്ങനെയൊക്കെ കണ്ടത്? ദേവേട്ടനെ തനിക്ക് വിശ്വാസമാണ്. ഒരിക്കലും ദേവേട്ടൻ തന്നെ ചതിക്കില്ല. താനും മക്കളും ദേവേട്ടന് അത്രയും ജീവനാണ്. അത് തനിക്ക് ഉറപ്പാണ്. ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ പോലും തനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഒരു ദിവസമാണ് സീത കറി കൊണ്ടു കൊടുത്തത്. മെനഞ്ഞാന്ന് വന്നപ്പോൾ ചായയും ഇട്ടുകൊടുത്തു. 2 ദിവസം. ബാക്കിയെല്ലാം താൻ സ്വപ്നത്തിൽ കണ്ടതാണ്. എന്തൊക്കെയാണ് ദൈവമേ താനീ കണ്ടത്? അതൊന്നും ഓർക്കാൻ കൂടി വയ്യ. ദേവേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നെങ്കിൽ. അവൾക്ക് ദേവനെ കാണാൻ തോന്നി. എങ്കിൽ മാത്രമേ തനിക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ എന്നവൾക്ക് തോന്നി. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അതും വിചാരിച്ചവൾ ഫോൺ കയ്യിലെടുത്തു. വേണ്ട, ഈ സമയത്ത് വിളിച്ചാൽ ദേവേട്ടൻ പേടിക്കും. നല്ല ഉറക്കവുമായിരിക്കും. അവൾ ഫോൺ മേശപ്പുറത്ത് തന്നെ വെച്ച് കട്ടിലിൽ വന്നു കിടന്നു. മക്കൾക്കരികിൽ അവരെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോഴും അവൾക്ക് ഉറക്കം വന്നില്ല. ഒന്നും സത്യമല്ലെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് ആശ്വാസം വന്നില്ല. അവൾ കണ്ണുകൾ തുറന്നു വെച്ചങ്ങനെ കിടന്നു. നേരം വെളുക്കുന്നേയില്ല. നേരം വെളുത്തിരുന്നെങ്കിൽ ദേവേട്ടനെ ഒന്ന് വിളിക്കാമായിരുന്നു അവൾ ഓർത്തു. പക്ഷേ അന്ന് തീരെ സമയം മുൻപോട്ട് പോകാത്തതുപോലെ അവൾക്ക് തോന്നി.
രാവിലെ അമ്മ എഴുന്നേറ്റ് വരുന്നതിനു മുൻപേ കുളിച്ചു മാറ്റി മീര അടുക്കളയിൽ കയറിയിരുന്നു. നീ എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? നിന്റെ കുളിയും കഴിഞ്ഞോ? രാവിലത്തെ കറിയിലേക്ക് വേണ്ട പച്ചക്കറി കഷ്ണങ്ങൾ നുറുക്കുന്ന അവളെ കണ്ട് അമ്മ ചോദിച്ചു. നേരത്തെ എഴുന്നേറ്റു. പിന്നെ കിടന്നപ്പോൾ ഉറക്കം വന്നില്ല, മീര പറഞ്ഞു. അതിന് നീ എന്തിനാ ഇത്ര നേരത്തെ ഈ തണുപ്പത്ത് കുളിച്ചത്? ഒന്നുമില്ലമ്മേ, തലയ്ക്കെന്തോ ഒരു കനം പോലെ. അവൾ പറഞ്ഞതും അമ്മ അവളെ ഒന്ന് നോക്കി. എന്തേ, നിനക്ക് വയ്യേ? അമ്മ ചോദിച്ചു. അങ്ങനെയല്ല അമ്മേ, ഒരു ഉന്മേഷക്കുറവ്, അത്രയുള്ളൂ. കുളിച്ചപ്പോൾ ഒരു ഉഷാറ് വന്നു, അവൾ വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ദേവേട്ടനെ തനിക്കറിയാം. താൻ കണ്ടൊരു പൊട്ട സ്വപ്നത്തിൻ്റെ പേരിൽ എന്തിനാണ് അമ്മയോട് വെറുതെ ഇതൊക്കെ പറയുന്നത്? പിന്നെ ഇതാലോചിച്ച് അമ്മ വെറുതെ ടെൻഷൻ അടിക്കും. എന്തിനാ വെറുതെ താനായിട്ട് അമ്മയുടെ സമാധാനം കളയുന്നത്? അമ്മയും പിന്നെ അത് കാര്യമാക്കിയില്ല. ഇന്നലെ രാത്രി സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞ് ഫോൺ വെക്കുന്നത് അമ്മ കണ്ടതാണ്. അവർ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞതും മീര മുറിയിലേക്ക് വന്നു. മക്കൾ രണ്ടുപേരും ഇപ്പോഴും നല്ല ഉറക്കമാണ്. അവരെ വിളിച്ചുണർത്താതെ മീര ഫോണെടുത്ത് ദേവനെ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. അവൾ ഒന്നുകൂടി വിളിച്ചു നോക്കി. അപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. എന്തായിരിക്കും എടുക്കാത്തത്? അവൾ ആലോചിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അവൾ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് നടന്നു. 10 മണി വരെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് വിളിക്കുന്നതാണ്. ഇന്നെന്തു പറ്റിയാവോ? 10 മണി ആയതും അവൾ ഒന്നുകൂടി വിളിച്ചു നോക്കി. ഫോൺ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. അവൾക്കാകെ ഒരു വല്ലായ്മ തോന്നി. രാവിലെ ഒട്ടും നല്ലതല്ലാത്ത സ്വപ്നവും കണ്ടു. ഇപ്പോൾ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇനി എന്തെങ്കിലും വല്ലായ്ക വന്നോ? അവൾ ഒരു വല്ലായ്മയോടെ ഓഫാണെന്ന് പറയുന്ന ഫോണിലേക്ക് വീണ്ടും വിളിച്ചു നോക്കാൻ പോകുമ്പോഴാണ് പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. അതാരായിരിക്കുമെന്ന സംശയത്തോടെ അവൾ പുറത്തേക്ക് ചെന്നു നോക്കി. അപ്പോഴാണ് ഓട്ടോയിൽ വന്നിറങ്ങുന്ന ദേവനെ അവൾ കണ്ടത്. അവൾക്കൊരു നിമിഷം അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒന്നുകൂടി അങ്ങോട്ടേക്ക് നോക്കി. അതെ, ദേവേട്ടൻ തന്നെ. ഓട്ടോ ഇറങ്ങി ഓട്ടോക്കാരന് ക്യാഷ് കൊടുക്കുന്ന ദേവനരികിലേക്ക് അവൾ ഓടി. ദേവൻ ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മക്കൾക്കായി ബേക്കറി ഐറ്റംസ് വാങ്ങിയ ഒരു കവർ കൂടിയുണ്ട്. ബാഗ് അവൻ മുറ്റത്ത് വെച്ചിട്ടുണ്ട്. കവർ കയ്യിലും പിടിച്ചിരിക്കുന്നു. മീര അവനരികിൽ ചെന്നു നിന്നു. ക്യാഷ് വാങ്ങി ഓട്ടോറിക്ഷക്കാരൻ അങ്ങ് പോയതും മീര വേഗം ദേവനെ ഇറുക്കെ പുണർന്നു. അവൻ്റെ നെഞ്ചോട് മുഖം ചേർത്ത് വെച്ചാണ് അവൾ നിൽക്കുന്നത്. ദേവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ നെറുകിലൂടെ തലോടി. എന്നാൽ തൻ്റെ ഷർട്ടും നനച്ച് നെഞ്ചിലൊരു നനവ് അറിഞ്ഞതും ദേവൻ്റെ മുഖം മാറി. അവൻ മീരയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖം ചൂണ്ടുവിരലാൽ പിടിച്ചുയർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. ഒരു നിമിഷം ദേവൻ്റെ നെഞ്ചു പിടഞ്ഞു. എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ഇന്നലെ വിളിച്ചപ്പോൾ പോലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. ദേവൻ മീരയെ നോക്കി പറഞ്ഞു. മീര അതിനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എന്താണ് അവൾ പറയേണ്ടത്? ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തെക്കുറിച്ചോ? അത് തുറന്നു പറയാൻ അവൾക്കാകുമായിരുന്നില്ല. തൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും കരടുള്ളതുകൊണ്ടാണ് സ്വപ്നത്തിൽ അങ്ങനെയെല്ലാം കണ്ടതെന്ന് ദേവേട്ടൻ പറഞ്ഞാൽ അതവൾക്ക് സഹിക്കാനാകില്ല. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. മീരെ, നോക്ക്, എന്താ പറ്റിയത്? ദേവൻ ചോദിച്ചു. ഫോൺ എന്താ സ്വിച്ച്ഡ് ഓഫ്? ഞാൻ എത്ര വിളിച്ചു, കിട്ടിയില്ല. മീര ചോദിച്ചു. അതോ, ഇങ്ങോട്ട് വരുന്ന തിരക്കിൽ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നു. വണ്ടിയിൽ വെച്ച് ഫോണിലെ ചാർജ് തീർന്നു, ഓഫായി. ദേവൻ പറഞ്ഞു. ഇന്നലെ വിളിച്ചപ്പോൾ എന്താ ഇന്ന് വരുന്നത് പറയാതിരുന്നേ? മീര അത് ചോദിക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു പരിഭവം കലർന്നിരിക്കുന്നതായി ദേവന് തോന്നി. ദേവന് ചിരി വന്നുപോയി. അതോ, ദേ നിന്റെ ഈ ഞെട്ടലും സ്നേഹപ്രകടനവും കാണാൻ. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. 3 ദിവസമായിട്ടല്ലേ ഉള്ളൂടി നീ ഇങ്ങ് പോന്നിട്ട്? ദേവൻ ഒരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. മീര അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അപ്പോഴും മീര അവനിൽ നിന്നും വിട്ടകന്നിരുന്നില്ല. അപ്പോഴേക്കും പുറത്തേക്ക് വന്ന മക്കൾ മുറ്റത്ത് അമ്മയോടൊപ്പം നിൽക്കുന്ന അച്ഛനെ കണ്ട് ദേവന്റെ അരികിലേക്കോടി. മക്കളെ കണ്ടതും മീര ദേവനിൽ നിന്നും അകന്നു മാറി. മക്കൾ രണ്ടുപേരും ദേവനെ ചേർത്ത് പിടിച്ചു. ദേവനും അവരെ സ്നേഹത്തോടെ ഇറുക്കെ പുണർന്നു. മീരയുടെ അമ്മയും കണ്ടിരുന്നു ദേവനോട് ചേർന്ന് നിൽക്കുന്ന മീരയെ. അവളുടെ മുഖത്ത് ഇപ്പോൾ നല്ല തെളിച്ചമുണ്ട്. അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവിടെ തന്നെ നിന്നാൽ എങ്ങനെയാ? അകത്തേക്ക് വരൂ.
അമ്മ ഉമ്മറത്ത് നിന്ന് പറഞ്ഞതും ദേവൻ ഒരു പുഞ്ചിരിയോടെ ബാഗുമെടുത്ത് അകത്തേക്ക് നടന്നു. അച്ഛൻ എങ്ങനെയുണ്ട് അമ്മേ? ദേവൻ ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല മോനെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നൂടെ കാണിക്കണം. മോൻ വാ, അമ്മ ചായ എടുക്കാം. ദേ ഇവളും ഇത്ര നേരമായിട്ടും ഒന്നും കുടിച്ചിട്ടില്ല. അമ്മ പറഞ്ഞതും ദേവൻ മീരയെ ഒന്ന് നോക്കി. അവൾ മുഖം കുനിച്ചു കളഞ്ഞു. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം അമ്മേ. ദേവൻ അതും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. ദേവൻ ചെല്ലുമ്പോൾ അച്ഛൻ നല്ല ഉറക്കമാണ്. വിളിച്ചുണർത്തേണ്ടെന്ന് കരുതി ഹാളിലേക്ക് തന്നെ വന്നു. ദേവൻ വേഗം ചെന്ന് കുളിച്ചു. കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും മീര കഴിക്കാനുള്ളതെല്ലാം മേശപ്പുറത്ത് എടുത്തു വെച്ചിരുന്നു. 2 പേരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. ഇത്ര നേരം മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന വെല്ലായ്മ തന്നിൽ നിന്നും മാറിപ്പോകുന്നത് അവൾ അറിഞ്ഞു. സീതയെക്കുറിച്ച് ചോദിക്കണോ വേണ്ടേ എന്നവൾക്ക് സംശയം തോന്നി. എന്തോ സീതയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഇന്നലെ കണ്ട ആ സ്വപ്നമാണ്. പാവം സീത, അത് അവളുടെ തെറ്റല്ലെന്ന് അറിയാം. അവളുടേത് മാത്രമല്ല, ആരുടേതും. എല്ലാത്തിനും കാരണം ആ നശിച്ച സ്വപ്നമാണ്. അവൾ ഓർത്തു. ആ പിന്നെ, നിന്റെ കൂട്ടുകാരിയുടെ പാത്രം ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ വാങ്ങിച്ചോളാമെന്ന അവൾ പറഞ്ഞത്. പോകുമ്പോൾ നീ മറക്കാതെ കൊണ്ടു കൊടുത്തേക്ക്. നീയില്ലാതെ എനിക്ക് തനിച്ച് കൊണ്ടു കൊടുക്കാൻ തോന്നിയില്ല. കഴിക്കുന്നതിനിടയിൽ ദേവൻ പറഞ്ഞു. മീരയൊന്ന് മൂളി. ഇനി സീതയെക്കുറിച്ച് കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. മീരയുടെ കണ്ണുകൾ ദേവനെയോർത്ത് നിറഞ്ഞു വന്നു. അതവൻ കാണാതിരിക്കാനായി നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ അമർത്തി തുടച്ചു. രാത്രി മക്കൾ ഉറങ്ങിയപ്പോൾ മക്കളെ ദേവനിൽ നിന്നും നീക്കിക്കിടത്തി മീര ദേവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു വെച്ച് അവനോട് ചേർന്നു കിടന്നു. ദേവൻ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്തു പിടിച്ചു. എൻ്റേതാണ്, എൻ്റേത് മാത്രം, മീരയുടെ ഹൃദയം അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. പരസ്പരം ചേർത്തു പിടിച്ചുകൊണ്ട് 2 പേരും എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു. ദേവന്റെ വീട്ടിലും അവർ കുറച്ചു ദിവസം പോയി നിന്നു. നാട് കാണാൻ പോവുകയും അത്യാവശ്യം വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയുമെല്ലാമായി വെക്കേഷൻ ഏകദേശം തീരാനായിരിക്കുന്നു. ഇതിനിടയിൽ മീര താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ചും സീതയെക്കുറിച്ചുമെല്ലാം മറന്നുപോയിരുന്നു. അച്ഛനും ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ അല്പം സമാധാനമുണ്ട്. എങ്കിലും സ്വന്തം വീട്ടിൽ വന്നു നിന്ന് തിരിച്ചു പോകുമ്പോഴുള്ള വിഷമം അതൊന്നു വേറെ തന്നെയാണ്. കുട്ടികൾക്കും അവരെ പിരിയാൻ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അവർക്കും അതെ. എത്ര വേഗമാണ് ദിവസങ്ങൾ പോയി മറഞ്ഞിരിക്കുന്നത്. അവരെയും കൊണ്ട് ഓട്ടോ മുറ്റത്തു നിന്നും മറയുന്നതുവരെ മക്കൾ 2 പേരും കൈവീശി കാണിച്ചു. അവരങ്ങ് മറഞ്ഞതും ആ പ്രായം ചെന്ന 2 മനുഷ്യരും കണ്ണുകൾ അമർത്തി തുടച്ചു.